ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ചതുർവിംശോധ്യായം. ഇതിലെ 8ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കി ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ചതുർവിംശോധ്യായക. മൈത്രേയ ഉവാച. വിജിതാശ്വോധിരാജാസീത് പൃഥുപുത്ര പൃഥുശ്രവാഃ യവീയോഭ്യോ ദദാൽ കാഷ്ഠ ഭ്രാതൃഭ്യോ ഭ്രാതൃവത്സലഃ. ഹര്യക്ഷായ ആദിശത്പ്രാചീം ധൂമ്രകേശായ ദക്ഷിണാം പ്രതീജീം മൃഗസംജ്ഞായ തുര്യാം ദ്രവിണസേ വിഭൂ. അന്തർധാനഗതിം ശക്രാൽ ലബ്ധ്വാന്തർധാനസംജ്ഞിതഃ അപത്യത്രയമാധത്താ ശിഖണ്ഡിന്യാം സുസമ്മതം. പാവകഃ പവമാനശ്ച ശുചിരിത്യഗ്നയഃ പുരാ വസിഷ്ഠശാപാദുത്പന്നാഃ പുനര്യോഗഗതിം ഗതാഃ. അന്തർധാനോ നഭസ്വത്യാം ഹവിർധാനമവിന്ദത യ ഇന്ദ്രാശ്വഹർത്താരം വിദ്വാനപി ന ജഘ്നിവാൻ. രാജ്ഞാം വൃത്തിം കരാദാനദണ്ഡശുൽക്കാദി ദാരുണാം മന്യമാനോ ദീർഘസത്രവ്യാജേന വിസസർജഃ. തത്രാപി ഹംസം പുരുഷം പരമാത്മാനമാത്മദൃക് യജം സ്തം ലോകതാമാപ കുശലേന സമാധിനാ. ഹവിർധാനാധവിർധാനി വിദുരാസൂദഷത്സുതാൻ ബർഹിഷദം ഗയം ശുക്ലം കൃഷ്ണം സത്യം ജിതവ്രതം. ഇനി 9ാമത്തെ ശ്ലോകമാണ് എടുക്കാനുള്ളത്. ബർഹിഷത്സു മഹാഭാഗോ ഹാവിർധാനി പ്രജാപതി ക്രിയാകാണ്ഡേഷു നിഷ്ണാതോ യോഗേഷു ച കുരുദ്വഃ. ബർഹിഷത്സു മഹാഭാഗോ ഹാവിർധാനി പ്രജാപതി ക്രിയാകാണ്ഡേഷു നിഷ്ണാതോ യോഗേഷു ച കുരുദ്വഃ. ബർഹിഷത്ത് എന്നുള്ള ആ പുത്രൻ സുമഹാഭാഗ, അദ്ദേഹം മഹാത്മാവായിരുന്നു. മഹാഭാഗ ഹാവിർധാനി പ്രജാപതി, പ്രജാപതിയും ഹവിർധാന പുത്രനും ആയിരുന്ന ബർഹിഷത്ത്. ക്രിയാകാണ്ഡേഷു നിഷ്ണാതോ, ആ കർമ്മകാണ്ഡങ്ങളിലും യോഗശാസ്ത്രങ്ങളിലും നിഷ്ണാതോ നിഷ്ണാതനും പാരംഗതനും ആയിരുന്നു. അല്ലയോ കുരുശ്രേഷ്ഠ ച കുരുദ്വഃ, അല്ലയോ കുരുശ്രേഷ്ഠ. ബർഹിഷത്സു മഹാഭാഗോ ഹാവിർധാനി പ്രജാപതി ക്രിയാകാണ്ഡേഷു നിഷ്ണാതോ യോഗേഷു ച കുരുദ്വഃ. പദങ്ങൾ ഹേ കുരുദ്വഃ, അല്ലയോ കുരുവംശശ്രേഷ്ഠ. സുമഹാഭാഗ, മഹാത്മാവും പ്രജാപതിയും ഹാവിർധാനപുത്രനും ആയ ബർഹിഷത്ത്. ക്രിയാകാണ്ഡേഷു, ആ കർമ്മകാണ്ഡങ്ങളിലും യോഗശാസ്ത്രങ്ങളിലും നിഷ്ണാതഃ, പാരംഗതനായിരുന്നു. എന്നുകൂടി പറയാം. ഹേ കുരുദ്വഃ, അല്ലയോ കുരുശ്രേഷ്ഠ. സുമഹാഭാഗ, മഹാത്മാവും പ്രജാപതിയും ഹാവിർധാനപുത്രനും ആയിരിക്കുന്ന ബർഹിഷത്ത്. ക്രിയാകാണ്ഡേഷു, കർമ്മകാണ്ഡങ്ങളിലും യോഗശാസ്ത്രങ്ങളിലും നിഷ്ണാതഃ, പാരംഗതൻ ആയിരുന്നു. അപ്പോൾ തന്വയം വന്നിട്ട് ഹേ കുരുദ്വഃ സുമഹാഭാഗ പ്രജാപതി ഹാവിർധാനി ബർഹിഷത് ക്രിയാകാണ്ഡേഷു യോഗേഷു നിഷ്ണാതഃ. എന്നുകൂടി പറയാം. ഹേ കുരുദ്വഃ സുമഹാഭാഗ പ്രജാപതി ഹാവിർധാനി ബർഹിഷത് ക്രിയാകാണ്ഡേഷു യോഗേഷു ച നിഷ്ണാതഃ. അല്ലയോ കുരുവംശശ്രേഷ്ഠ, മഹാത്മാവും പ്രജാപതിയും ഹാവിർധാനപുത്രനും ആയിരിക്കുന്ന ബർഹിഷത്ത് കർമ്മകാണ്ഡങ്ങളിലും യോഗശാസ്ത്രങ്ങളിലും പാരംഗതനായിരുന്നു. ഹാവിർധാനസ്യ അപത്യം പുമാൻ ഹാവിർധാനി. ഇവിടെ കുരുവീര മഹാനും ഹവിർധാനപുത്രനും ബർഹിഷത്ത് എന്ന് പ്രസിദ്ധനും ആയിരിക്കുന്ന പ്രജാപതി ആ കർമ്മകാണ്ഡങ്ങളിലും പ്രാണായാമാദികളിലും അതിസമർത്ഥൻ ആയിരുന്നു. അല്ലയോ വിതുര, ഹവിർധാനൻ്റെ ജ്യേഷ്ഠപുത്രനായിരിക്കുന്ന ബർഹിഷത്ത് എന്ന പ്രജാപതി കർമ്മകാണ്ഡത്തിലും യോഗശാസ്ത്രത്തിലും ഒരുപോലെ ജ്ഞാനം ലഭിച്ചവനും അവയെ അനുഷ്ഠിക്കുന്നവനും ആയിരുന്നു. അപ്പോൾ ആ ഹവിർധാനൻ്റെ പുത്രനായിരിക്കുന്ന ബർഹിഷത്ത് മഹാഭക്തനും പ്രജാപരിപാലനത്തിൽ നിഷ്ഠയുള്ളവനുമായിരുന്നു. യാഗാദി കർമ്മങ്ങളെ പ്രതിപാദിക്കുന്ന കർമ്മകാണ്ഡങ്ങളിലും പ്രാണായാമാദികളെ വിവരിക്കുന്ന യോഗശാസ്ത്രങ്ങളിലും അദ്ദേഹം നിപുണനായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വ്യാഖ്യാനം വന്നിട്ട് തത്ര ബർഹിഷത
ബർഹിഷത്ത്. അവിടെ ആ ബർഹിഷത്ത് കർമ്മകാണ്ഡേഷു കുശല, കർമ്മകാണ്ഡങ്ങളിൽ കുശലനായിത്തീർന്നു. തത്ര ബർഹിഷത്ത് കർമ്മകാണ്ഡേഷു കുശല എന്നുള്ളതാണ് വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ ആ ബർഹിഷത്ത് എന്നുള്ള പുത്രൻ കർമ്മകാണ്ഡങ്ങളിലും യോഗശാസ്ത്രങ്ങളിലും ഒക്കെ കുശലനായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. യസ്യേദം ദേവയജനമനുയജ്ഞം വിതന്വദഃ പ്രാചീനാഗ്രേഹി കുശൈരാസീദാസ്ത്രിതം വസുധാതലം. യസ്യേദം ദേവയജനമനുയജ്ഞം വിതന്വദഃ പ്രാചീനാഗ്രേഹി കുശൈരാസീദാസ്ത്രിതം വസുധാതലം. അങ്ങനെ ആ യാതൊര യസ്യേദം ഈ ഭൂമിയാകമാനം ദേവയജനമനുയജ്ഞം ഓരോ യജ്ഞത്തിനായിട്ട് ആ യജ്ഞകവാടമാക്കി തീർത്തു. ഭൂമിയാകെ യജ്ഞകവാടമാക്കി തീർത്തിട്ട് വിതന്നുദഃ യാഗം ചെയ്തുകൊണ്ടിരിക്കെ, അദ്ദേഹം യാഗത്തെ ചെയ്തുകൊണ്ടിരിക്കെ പ്രാചീനാഗ്രേഹി കുശൈരാസീത് ആസ്തൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കിഴക്ക് ദിക്കിൽ ആ തലയാക്കി വിരിച്ചിട്ടുള്ള കുശപ്പുല്ലുകളാൽ അങ്ങനെ മൂടപ്പെട്ടതായി ഭൂമി തീർന്നു. കിഴക്ക് ഭാഗത്തേക്ക് തലയാക്കി വിരിച്ച കുശപ്പുല്ലുകളാൽ മൂടപ്പെട്ടതായിട്ട് ആ ഭൂമി തീർന്നു. ആസ്തൃതം വസുധാതലം, ആ ഭൂമി ആകമാനം അങ്ങനെയുള്ള സ്ഥലം ആയിട്ട് തീർന്നു. യസ്യ എന്ന് പറഞ്ഞാൽ യാതൊരാൾ, അനുയജ്ഞം ഓരോ യജ്ഞത്തിനായിട്ട്, അതാണ് യസ്യേദം ദേവയജനം അനുയജ്ഞം ഓരോ യജ്ഞത്തിനായിട്ട് ഈ ഭൂമിയാകമാനം ദേവയജനം യജ്ഞകവാടമാക്കിയിട്ട് വിതന്വദഃ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കെ വസുധാതലം ആ ഭൂതലം ആകെ പ്രാചീനാഗ്രഹി കിഴക്ക് തലയാക്കി വിരിച്ച കുശൈഹി കുശപ്പുല്ലുകളാൽ ആസ്തൃതം മൂടപ്പെട്ടതായിട്ട് ആസീ തീർന്നു. അതിലത്തെ പദങ്ങളൊന്നും കൂടി പറയാം. യസ്യ യാതൊരാൾ അനുയജ്ഞം ഓരോ യജ്ഞത്തിനായിട്ട് ഇതം ഈ ഭൂമിയാകമാനം ദേവയജനം യജ്ഞകവാടമാക്കിയിട്ട് വിതന്വദഃ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കെ വസുധാതലം ആ ഭൂതലം ആകെ പ്രാചീനാഗ്രഹി കിഴക്കു തലയാക്കി വിരിച്ച കുശൈഹി കുശപ്പുല്ലുകളാൽ ആശ്രിതം മൂടപ്പെട്ടതായിട്ട് ആസീത് തീർന്നു. നേരത്തെ അന്വയം വന്നിട്ട് യസ്യ അനുയജ്ഞം ഇതം ദേവയജനം വിതന്വദഃ വസുധാതലം പ്രാചീനാഗ്രഹി കുശൈഹി ആസ്തൃതം ആസീത്. ഒന്നും കൂടെ പറയാം. യസ്യ അനുയജ്ഞം ഇതം ദേവയജനം വിതന്വദഃ വസുധാതലം പ്രാചീനാഗ്രഹി കുശൈഹി ആസ്തൃതം ആസീത്. യാതൊരാൾ ഓരോ യജ്ഞത്തിനായിട്ട് ഈ ഭൂമിയാകമാനം യജ്ഞകവാടമാക്കിയിട്ട് യജ്ഞം ചെയ്തുകൊണ്ടിരിക്കെ ഭൂതലമാകെ കിഴക്കു തലയാക്കി വിരിച്ച കുശപ്പുല്ലുകളാൽ മൂടപ്പെട്ട പ്രദേശമായിട്ട് തീർന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ യാതൊരു ബർഹിഷത്ത് ചക്രവർത്തി ഒന്നു കഴിഞ്ഞാൽ മറ്റൊന്നായിട്ട് ഈ ഭൂമണ്ഡലം മുഴുവൻ കിഴക്കോട്ട് കുശ വിരിച്ച് യജ്ഞകവാടമാക്കി അസംഖ്യം യജ്ഞങ്ങൾ നടത്തി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ബർഹിസത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുശഃ ബർഹിസി പുംസി ഹുതാശനേന സ്ത്രീ കുശേ. മേദിനി വ്യാഖ്യാനത്തിൽ പറയുന്നത് ബർഹിസ് എന്നാൽ കുശ, ബർഹിഹി പുംസി ഹുതാശനേന സ്ത്രീ കുശേ. സർവത്ര കിഴക്കോട്ട് അഗ്രമാക്കിയിട്ട് കുശ വിരിച്ച്, കുശ എന്ന് പറഞ്ഞാൽ ഒരു തരം പുല്ല്, ദർഭയല്ല, കുശ വിരിച്ച് ഭൂമി മുഴുവൻ യാഗശാലകളാക്കി മാറ്റിയതിനാലാണ് ഇദ്ദേഹത്തിന് പ്രാചീന ബർഹിസ് എന്നുള്ള ഒരു പേരുണ്ട്. പ്രാചീന ബർഹിസ് എന്നുള്ള പേരാണ് ഈ ബർഹിഷത്തിനുള്ളത്. പ്രാചീനാഗ്രാഹ കുശാസ്തസ്യ പൃഥിവ്യാം വിശ്രുതാ മുനേ പ്രാചീന ബർഹിരഭവത് ഖ്യാതോ ഭുവി മഹാബലഃ. വിഷ്ണുപുരാണത്തിൽ പറയുന്നുണ്ട്. പ്രാചീനാഗ്രാഹ കുശസ്തസ്യ തസ്മാത് പ്രാചീന ബർഹ്യസൗ. ബ്രഹ്മാണ്ഡ പുരാണത്തിലും പറയുന്നുണ്ട്. ഇതേ വാക്യം ഇതര പുരാണങ്ങളിലും കാണാം. അത്രയ്ക്ക് പ്രസിദ്ധമാണ് ഈ പ്രാചീന ബർഹിസിൻ്റെ ചരിത്രം. ദർഭയും കുശവും അല്പം വ്യത്യാസമുണ്ട്. പ്രാചീന ബർഹിസിൻ്റെ ഭരണകാലത്താണ് ആ ദക്ഷയാഗം നടന്നിരിക്കുന്നത്. ദേവയജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞാർഹമായിരിക്കുന്ന ഭൂമി, ആ യജ്ഞം നിർവഹിപ്പാൻ അർഹതയുള്ള ഭൂവിഭാഗം മുഴുവൻ ആ യജ്ഞകവാടങ്ങളാക്കി തീർത്തു എന്നല്ലാതെ ഇതിന് അർത്ഥമില്ല. ദേവയജനം എന്ന് പറയുമ്പോൾ ഛത്രിന്യായേന ഭൂമണ്ഡലം മുഴുവൻ എന്നേ പറയുന്നുവെന്നും മാത്രം. അപ്പോൾ ദേവാ ഇജ്യന്തേസ്മിൻ ഇതി ദേവയജനം സകല പ്രയോഗാംഗഭൂതോ ഭൂമിപ്രദേശ എന്ന് ശ്രൗതത്തിൽ, കാർത്തിയാന ശ്രൗതത്തിൽ പറയേണ്ട. പ്രാചീന ബർഹിസ് പ്രജാപതിമാരിൽ ഒരാളാണെന്ന് പുരാണ പ്രസിദ്ധമാണ്.
പ്രാചീന ബർഹിർ ഭഗവാൻ മഹാനാസിൽ പ്രജാപതി ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നുണ്ട്. അഗ്നിപുരാണത്തിലും ഇതേ തന്നെ പറയുന്നുണ്ട്. പ്രാചീന ബർഹിർ ഭഗവാൻ മഹാനാസീത് പ്രജാപതി എന്ന് രണ്ടിലും ഒന്ന് തന്നെയാണ് പറയുന്നത്. പൃഥുപുത്ര പരമ്പരയെ പറ്റി പുരാണങ്ങളിൽ അല്പാൽപ്പം ചില വ്യത്യാസപ്പെട്ടിട്ടൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രാചീന ബർഹിസ് അദ്ദേഹം ആ ഭൂമി മുഴുവൻ യജ്ഞകവാടമാക്കി. അങ്ങനെ കിഴക്കോട്ട് പുല്ല് വെച്ച് ഭൂമി മുഴുവൻ മൂടപ്പെട്ടു. അതിനാൽ അദ്ദേഹത്തിന് പ്രാചീന ബർഹിസ് എന്ന പേര് കിട്ടി. അപ്പോൾ ഒരു യാഗം കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള സ്ഥലത്തിൽ മറ്റൊരു യാഗം നടത്തിക്കൊണ്ടിരുന്ന അദ്ദേഹം കിഴക്കോട്ട് അഗ്രമാക്കി വിരിച്ചിരുന്ന ആ ദർഭകൾ കൊണ്ട് മൂടപ്പെട്ട ഭൂതലം മുഴുവനും യാഗഭൂമിയാക്കി മാറ്റി. അതാണ് ഇവിടെ ഇതിൽ വ്യാഖ്യാനത്തിൽ പറയുന്നത്. തത്ര ബർഹിഷത് കർമ്മകാണ്ഡേഷു കുശലഃ പ്രാചീനാഗ്രകുശൈര്യേണ. കിഴക്കോട്ട് വിരിച്ച കുശങ്ങളെ കൊണ്ട് ഭൂമിരാസ്തൃത, ഭൂമി ആകമാനം മൂടപ്പെട്ട് തേന തസ്യ, അവിടെ ആ യജ്ഞങ്ങൾ ചെയ്ത ആൾ ആരാണോ അയാൾ പ്രാചീന ബർഹിരിത്തി നാമ ജാതം, പ്രാചീന ബർഹിസ് എന്ന പേരിലാണ് അദ്ദേഹം ജാതനായത്. അപ്പോൾ തത്ര ബർഹിഷത് കർമ്മകാണ്ഡേഷു കുശലഃ പ്രാചീനാഗ്രകുശൈര്യേണ. കിഴക്കോട്ട് തലയാക്കി വിരിച്ച കുശങ്ങളാൽ ഭൂമിരാസ്ത്രം, ഭൂമി മുഴുവനും മൂടപ്പെട്ടു. ഇങ്ങനെ യജ്ഞങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാ സ്ഥലത്തും ഇങ്ങനെയുള്ള ഭൂമണ്ഡലമാകെ കിഴക്കോട്ട് തലയാക്കി വിരിച്ച കുശപ്പുല്ലുകളാൽ മൂടപ്പെട്ടു. തേന, അങ്ങനെയുള്ള ആളെ പ്രാചീന ബർഹിരിത്തി നാമഃ. അപ്പോൾ തത്ര ബർഹിഷത് കർമ്മകാണ്ഡേഷു കുശലഃ പ്രാചീനാഗ്രകുശൈര്യേണ ഭൂമിരാസ്തൃത തേന തസ്യ പ്രാചീന ബർഹിരിത്തി നാമ ജാതം എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനത്തിൽ. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. സാമുദ്രീം ദേവദേവോക്തമുപയേമേ ശതദ്രുതിം യാം വീക്ഷ്യ ചാരു സർവാംഗീം കിശോരീം സുഷ്ഠലം കൃതാം പരിക്രമന്തി മുദ്വാഹേ ചകമേഗ്നിശുകീം ഇവ. സാമുദ്രീം ദേവോക്താം ഉപയേമേ ശതദ്രുതിം യാം വീക്ഷ്യ ചാരു സർവാംഗീം കിശോരീം സുഷ്ഠലം കൃതാം പരിക്രമന്തി മുദ്വാഹേ ചകമേഗ്നിശുകീമിവ. ബ്രഹ്മാവ് നിർദ്ദേശിച്ചവളും അതുപോലെ സമുദ്രരാജപുത്രിയും ആയിരിക്കുന്ന ശതദ്രുതിയെ അദ്ദേഹം വിവാഹം കഴിച്ചു. ഈ പ്രാചീന ബർഹിസ് ആ ബ്രഹ്മാവ് നിർദ്ദേശിച്ചവളും സമുദ്രരാജപുത്രിയുമായിരിക്കുന്ന ശതദ്രുതിയെ അദ്ദേഹം വിവാഹം കഴിച്ചു. അങ്ങനെ സർവാംഗസുന്ദരിയും നന്നായിട്ട് അലങ്കരിക്കപ്പെട്ടവളും ആ വിവാഹ വേദിയിൽ പ്രദക്ഷിണം വയ്ക്കുന്നവളും ആയിരിക്കുന്ന ആ യാതൊരു കന്യകയെ, ആ കിശോരിയായിരിക്കുന്ന കന്യകയെ കണ്ടിട്ട് അഗ്നി ശുകിയെ എന്ന പോലെ കാമിച്ചു അത്രേ. പണ്ട് ആ അഗ്നി ശുകിയെ എന്ന പോലെ, ശുകീമിവ എന്നാണ് അത് അതിപ്രധാനമായിട്ട് പറയാം. അപ്പോൾ ഇത് അതിൻ്റെ കഥ പറയാം. അപ്പോൾ ഇതൊന്നും കൂടി നമുക്ക് നോക്കാം. സാമുദ്രീം, സമുദ്ര പുത്രിയായിരിക്കണ ദേവദേവോക്താം ഉപയേമേ, ആ ബ്രഹ്മാവ് നിർദ്ദേശിച്ചവളെ, ദേവദേവൻ എന്ന ബ്രഹ്മാവ് ഉപദേശിച്ചവളെ നിർദ്ദേശിച്ചവളാണ്. ഉപയേമേ ശതദ്രുതിം, ആ സമുദ്രപുത്രിയായിരിക്കുന്ന ആ ശതദ്രുതിയെ യാവീക്ഷ്യ, അവളെ കണ്ടിട്ട് ചാരു സർവാംഗി, വളരെ സുന്ദരിയും കിശോരിയും എന്ന കന്യകയുമായിരിക്കുന്ന അവളെ, വളരെ നന്നായിട്ട് അലങ്കൃതരായിട്ടുള്ള അവളെ കണ്ടപ്പോൾ സുഷ്ഠലങ്കൃതാം പരിക്രമന്തി മുദ്വാഹേ, അവിടെ അങ്ങനെ പരിക്രമം ചെയ്യാണ്, പ്രദക്ഷിണം വയ്ക്കുന്നവളുമായിട്ടുള്ള ആ ശതദ്രുതിയെ കണ്ടിട്ട് ചകമേഗ്നി ശുകീമിവ, യാതൊരു കന്യകയെ കണ്ടിട്ട് അഗ്നി ശുകിയെ എന്ന പോലെ കാമിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നോക്കാം, നമുക്ക് അതിൻ്റെ പദങ്ങൾ നോക്കാം. ദേവദേവോക്താം,
ബ്രഹ്മാവ് നിർദ്ദേശിച്ചവളും സാമുദ്രീം സമുദ്രരാജപുത്രിയും ആയിരിക്കുന്ന ശതദ്രുതിയെ ഉപയേമേ അദ്ദേഹം വിവാഹം കഴിച്ചു. അതായത് പ്രാചീന ബർഹിസ് വിവാഹം കഴിച്ചു. ചാരു സർവാംഗീം സർവാംഗസുന്ദരിയും സുഷ്ഠലങ്കൃതാം നന്നായിട്ട് അലങ്കരിക്കപ്പെട്ടവളും ഉദ്വാഹേ വിവാഹവേദിയിൽ അങ്ങനെ വിവാഹവേദിയിൽ പരിക്രമന്തി അങ്ങനെ അഗ്നിയെ പ്രദക്ഷിണം വെക്കുന്നവളും ആയിരിക്കുന്ന യാം കിശോരീം ആ യാതൊരു കന്യകയെ കണ്ടിട്ട് അഗ്നിഹി ആ അഗ്നി ശുകീം ഇവ ശുകിയെ എന്ന പോലെ ചകമേ കാമിച്ചു അത്രേ എന്നാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം. ദേവദേവോക്താം ബ്രഹ്മാവ് നിർദ്ദേശിച്ചവളും സാമുദ്രീം സമുദ്ര രാജപുത്രിയും ആയിരിക്കുന്ന ശതദ്രുതിയെ ഉപയേമേ അദ്ദേഹം വിവാഹം കഴിച്ചു. ചാരു സർവാംഗീം സർവാംഗസുന്ദരിയും സുഷ്ഠലങ്കൃതാം നന്നായിട്ട് അലങ്കരിക്കപ്പെട്ടവളും ഉദ്വാഹേ വിവാഹവേദിയിൽ പരിക്രമന്തിയും അഗ്നിയെ പ്രദക്ഷിണം ചെയ്യുന്നവളുമായിരിക്കുന്ന യാം കിശോരീം യാതൊരു കന്യകയെ കണ്ടിട്ട് അഗ്നിഹി ആ അഗ്നി ശുകീം ഇവ ശുകിയെ എന്ന പോലെ ചകമേ കാമിച്ചു അത്രേ. ഇതിലത്തെ അന്വയം വന്നിട്ട് ദേവദേവോക്താം സാമുദ്രീം ശതദ്രുതിം ഉപയേമേ ചാരു സർവാംഗീം സുഷ്ഠലങ്കൃതാം ഉദ്വാഹേ പരിക്രമന്തീം യാം കിശോരീം വീക്ഷ്യ അഗ്നിഹി ശുകീം ഇവ ചകമേ. എന്നുകൂടി പറയാം. ദേവദേവോക്താം സാമുദ്രീം ശതദ്രുതിം ഉപയേമേ ചാരു സർവാംഗീം സുഷ്ഠലങ്കൃതാം ഉദ്വാഹേ പരിക്രമന്തീം യാം കിശോരീം വീക്ഷ്യ അഗ്നിഹി ശുകീം ഇവ ചകമേ. ബ്രഹ്മാവ് നിർദ്ദേശിച്ചവളും സമുദ്രരാജപുത്രിയുമായിരിക്കുന്ന ശതദ്രുതിയെ അദ്ദേഹം വിവാഹം ചെയ്തു. സർവാംഗസുന്ദരിയും നന്നായിട്ട് അലങ്കരിക്കപ്പെട്ടവളും വിവാഹവേദിയിൽ അഗ്നിയെ പ്രദർശനം ചെയ്യുന്നവളുമായിരിക്കുന്ന ആ കിശോരിയായിരിക്കുന്ന കന്യകയായിരിക്കുന്ന അവളെ കണ്ടിട്ട് ശതദ്രുതിയെ കണ്ടിട്ട് അഗ്നി ശുകിയെ എന്ന പോലെ കാമിച്ചു അത്രേ. അപ്പോൾ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശാനുസരണം അദ്ദേഹം സമുദ്രപുത്രിയായിരിക്കുന്ന ശതദ്രുതിയെ വിവാഹം കഴിച്ചു. അതിസുന്ദരിയും ബാലികയും സർവാലങ്കാര വിഭൂഷിതയുമായിരിക്കുന്ന അവൾ വിവാഹമധ്യേ അഗ്നികുണ്ഡത്തിൻ്റെ പ്രദർശനം വയ്ക്കുമ്പോൾ പണ്ട് ശുകിയെ എന്ന പോലെ അഗ്നി അവളെ കാമിച്ചു. ശുകീമിവ എന്ന ഉപമയിൽ അടങ്ങിയിരിക്കുന്ന പുരാണകഥ അതിപ്രസിദ്ധം അല്ല. ശ്രീധരാചാര്യസ്വാമികൾ ഇപ്രകാരം പറയുന്നു. ഏവം ഹ്യാഖ്യായതേ സപ്തർഷീണാം സത്രേ തദ്ഭാര്യാദർശനേനാഗ്നി കാമസന്തപ്തോഭൂത് തം ജ തദ്ഭാര്യാ സ്വാഹ നാമ സപ്തർഷിർഭാര്യാരൂപധാരിണീ സതീ രമയാമാസ രമയിത്വാ ച തദ്രേതഃ ശുകീരൂപേണ ശരസ്തംഭേ നിധായാഗച്ഛത് ഇത്യാദി സപ്തർഷികൾ നടത്തിയ ഒരു സത്രത്തിലെ അഗ്നി അവരുടെ പത്നിമാരെ കണ്ടിട്ട് സപ്തർഷികൾ നടത്തിയ സത്രത്തിലെ അഗ്നി അവരുടെ സപ്തർഷിമാരുടെ പത്നിമാരെ കണ്ടിട്ട് പരവശനായി. അപ്പോൾ അഗ്നിയുടെ പത്നിയായിരിക്കുന്ന സ്വാഹാദേവി സപ്തർഷിമാരുടെ പത്നികളുടെ രൂപം ധരിച്ചിട്ട് ആ അഗ്നിയെ സമീപിച്ചു. അങ്ങനെ അഗ്നിയെ രമിപ്പിച്ചു. അനന്തരം ഒരു തത്തയുടെ രൂപം സ്വീകരിച്ചിട്ട് രേതസ്സിനെ ആ ദർഭാഗ്രത്തിൽ പതിപ്പിച്ചു. ഇതാണ് കഥാസാരം. ഏവം ഹി ആഖ്യായതേ എന്ന വാക്യം കൊണ്ട് സിദ്ധിക്കുന്നത് ഇതൊരു കേട്ടുകേൾവി മാത്രമാണെന്നും പൗരാണിക പ്രാമാണ്യമുള്ള കഥകൾ അല്ലെന്നും ആണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു കഥ പുരാണങ്ങളിൽ കണ്ടെത്തിയിട്ടും ഇല്ല. ഇവിടെ അർത്ഥം അല്പം അവ്യക്തമാണ്. അപ്പോൾ അദ്ദേഹം സമുദ്രപുത്രിയും ബ്രഹ്മദേവോക്തവുമായിരിക്കുന്ന സമുദ്രപുത്രിയും ബ്രഹ്മദേവോക്തയും ആയ ആ ശതദ്രുതിയെ വിവാഹം ചെയ്തു. മനോഹര സർവാംഗയും കിശോരിയും സർവാഭരണഭൂഷിതയുമായ അവളെ വിവാഹത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്നതിനായി കണ്ടിട്ട് ശുകീരൂപം എടുത്ത തൻ്റെ ആ കാന്തയെ തന്നെ അഗ്നി ആയിട്ട് കാമിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ദേവദേവനായിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ ഉപദേശപ്രകാരം സർവാംഗസുന്ദരിയും ബാലയും സർവാവയവങ്ങളിലും സമുചിതമായ അലങ്കാരങ്ങളെ ധരിച്ചവളുമായിരിക്കുന്ന ആ സമുദ്രപുത്രി ശതദ്രുതിയെ ഹവിർധാനൻ കല്യാണം കഴിച്ചു. ആ വിവാഹ സമയത്തിൽ അഗ്നികുണ്ഡത്തെ പ്രദക്ഷിണം ചെയ്യുന്ന ആ കന്യകയെ അഗ്നി ശുകിയെ എന്ന പോലെ അവിടെ കൂടി ഇരുന്ന ജനം കാമിച്ചു എന്നുള്ളതാണ് അവിടെ പറയുന്നത്.
എന്താ നോക്കി പറഞ്ഞിരിക്കുന്നത് നോക്കാം. സമുദ്രകന്യാം, ആ പ്രാചീനബർഹിസ് സമുദ്രകന്യയായിരിക്കുന്ന ശതദ്രുതിയും ഉപയേമേ, ശതദ്രുതിയെ വിവാഹം കഴിച്ചു. ശതദ്രുതിയും ഉപയേമേ ഉദ്വാഹേ, ആ കല്യാണം കഴിഞ്ഞിട്ട് പ്രദക്ഷിണം കുർവതീം, പ്രദക്ഷിണം ചെയ്യുന്ന അവളെ യാമഗ്നി യേഷ, അവളെ അഗ്നി കാമിച്ചു അർത്ഥം. ഇവിടെ അങ്ങനെയാണ് പറയുന്നത്. സമുദ്രകന്യാം ശതദ്രുതിയും ഉപയേമേ, ആ സമുദ്രകന്യയെ കന്യയായിരിക്കുന്ന ശതദ്രുതിയെ ആ പ്രാചീന ബർഹിസ് കല്യാണം കഴിച്ചു. ഉദ്വാഹേ പ്രദക്ഷിണം കുർവതീം, ആ പ്രദക്ഷിണം അവസാനം ആ കല്യാണം കഴിഞ്ഞിട്ട് പ്രദക്ഷിണം ചെയ്യുന്ന അവളെ യാം അഗ്നി യേഷ, ആ അഗ്നി കാമിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആണ് സാമുദ്രീം ദേവദേവോക്തമുപയേമേ ശതദ്രുതിം യാം വീക്ഷ്യ ചാരു സർവാംഗീം കിശോരീം സുഷ്ഠലങ്കൃതാം പരിക്രമന്തീം ഉദ്വാഹേ ചകമേ ക്ലിശുക്കീം ഇവ. അടുത്ത ശ്ലോകം നോക്കാം നമ്മൾക്ക്. വിബുധാസുരഗന്ധർവ മുനിസിദ്ധനരോരഗാ വിജിതാഃ സൂര്യയാ ദിക്ഷു കൊണയന്ത്യൈവ നൂപുരൈഃ. വിബുധാസുരഗന്ധർവ മുനിസിദ്ധ നരോരഗാ വിജിതാഃ സൂര്യയാ ദിക്ഷു കൊണയന്ത്യൈവ നൂപുരൈഃ. അപ്പോൾ ആ നൂപുരങ്ങളാൽ തന്നെ ഓരോരിടത്ത് ആ കിലുക്കുന്നവളായിരിക്കുന്ന കൊണയന്ത്യ വിബുധാസുര ഗന്ധർവ മുനിസിദ്ധ നരോരഗാ വിജിതാഃ സൂര്യാദിക്ഷു കൊണയന്ത്യൈവ നൂപുരൈഃ. ആ നൂപുരങ്ങളാൽ ഓരോരിടത്ത് അങ്ങനെ കിലുക്കുന്നവളായിരിക്കുന്ന നവവധുവായിരിക്കുന്ന അവളാൽ ആ വിബുധാസുര ഗന്ധർവ മുനിസിദ്ധ നരോരഗ, എല്ലാവരും അവളെ കാമിച്ചു. ദേവന്മാർ, അസുരന്മാർ, ഗന്ധർവന്മാർ, മുനിമാർ, സിദ്ധന്മാർ, മനുഷ്യർ, നാഗദേവകൾ എന്നിവരൊക്കെ തന്നെ വിജിതാഹ കീഴടക്കപ്പെട്ടവരായി അവരുടെ സൗന്ദര്യം കൊണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ജനങ്ങൾ അവളിൽ ഭ്രമിച്ചു എന്ന് പറയുന്നതിൽ കാര്യമുണ്ട്. നൂപുരൈഹി ഏവ, ആ നൂപുരങ്ങളാൽ തന്നെ ദിക്ഷു ഓരോരോ ഇടത്ത് കൊണയന്ത്യ കിലുക്കുന്നവളായിരിക്കുന്ന സൂര്യയ നവവധുവായിരിക്കുന്ന അവളാൽ വിബുധാസുര ഗന്ധർവ മുനിസിദ്ധ നരോരഗാഹ ദേവന്മാർ, അസുരന്മാർ, ഗന്ധർവന്മാർ, മുനിമാർ, സിദ്ധന്മാർ, മനുഷ്യർ, നാഗദേവതകൾ എന്നിവരൊക്കെ തന്നെ വിജിതാഹ കീഴടക്കപ്പെട്ടവരായി. എല്ലാവരും അവളുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. അതാ ജനങ്ങൾ അവളിൽ ഭ്രമിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ നൂപുരൈഹി ഏവ, നൂപുരങ്ങളാൽ തന്നെ ദിക്ഷു ഓരോരിടത്ത് കൊണയന്ത്യ കിലുക്കുന്നവളായിരിക്കുന്ന സൂര്യയ നവവധുവായിരിക്കുന്ന അവളാൽ വിബുധാസുര ഗന്ധർവ മുനിസിദ്ധ നരോരഗാഹ ദേവന്മാർ, അസുരന്മാർ, ഗന്ധർവന്മാർ, മുനിമാർ, സിദ്ധന്മാർ, മനുഷ്യർ, നാഗദേവതകൾ എന്നിവരൊക്കെ തന്നെ വിജിതാഹ കീഴടക്കപ്പെട്ടവരായി. അപ്പോഴത്തെ അന്വയം നൂപുരൈഹി ഏവ ദിക്ഷു കൊണയന്ത്യ സൂര്യയ വിബുധാസുര ഗന്ധർവ മുനിസിദ്ധ നരോരഗൈ വിജിതാ. ഒന്നുകൂടി പറയാം. നൂപുരൈഹി ഏവ ദിക്ഷു കൊണയന്ത്യ സൂര്യയ വിബുധാസുര ഗന്ധർവ മുനിസിദ്ധ നരോരഗാത് വിജിതാഹ. നൂപുരങ്ങളാൽ തന്നെ ഓരോരിടത്ത് കിലുക്കുന്നവളായിരിക്കുന്ന നവവധുവായിരിക്കുന്ന അവളാൽ ആ ദേവന്മാർ, അസുരന്മാർ, ഗന്ധർവന്മാർ, മുനിമാർ, സിദ്ധന്മാർ, മനുഷ്യർ, നാഗദേവതകൾ എന്നിവരൊക്കെ കീഴടക്കപ്പെട്ടവരായി. നവോഢയായിരിക്കുന്ന അവളുടെ നൂപുരങ്ങളുടെ ശബ്ദം ദിക്കുകളിൽ വ്യാപിക്കുന്നത് കേട്ടിട്ട് ഈ ദേവന്മാർ, അസുരന്മാർ, ഗന്ധർവന്മാർ, മുനികൾ, സിദ്ധന്മാർ, മനുഷ്യർ, ഉരകങ്ങൾ എന്നിങ്ങനെ സർവരും മോഹിതരായി. സൂര്യ എന്നാൽ നവോഢ എന്നാണ് അർത്ഥം. നവവധു എന്നുള്ള അഥവാ നവവധു എന്നർത്ഥം. ശബ്ദധാരാവലിയിൽ കാണിപ്പയ്യൂർ നിഘണ്ടുവിലൊക്കെ ഇതിൽ കാണാം. സൂര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവോഢ എന്നാണ്
അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇവിടെ നവോഢയായിരിക്കുന്ന അവൾ കാൽച്ചിലമ്പുകൾ കിലുക്കിയതു കൊണ്ട് തന്നെ ആ സർവ്വദിക്കിലുമുള്ള ദേവന്മാരും അസുരന്മാരും ഗന്ധർവന്മാരും മുനിമാരും സിദ്ധന്മാരും മനുഷ്യരും സർപ്പങ്ങളും എല്ലാം മോഹിതരായി. അപ്പോൾ അഗ്നി ശുകിയെ കാക്ഷിച്ചു എന്ന് പറഞ്ഞതിൽ അടങ്ങിയ ആ കഥ, സപ്തർഷികൾ നടത്തിയ സത്രത്തിൽ അവരുടെ ഭാര്യയെ കണ്ട വന്നി ദേവൻ കാമസന്തപ്തനായി. അപ്പോൾ അഗ്നിയുടെ ഭാര്യയായിരിക്കുന്ന സ്വാഹാദേവി സപ്തർഷിമാരുടെ ഭാര്യയുടെ സ്വരൂപത്തോടു കൂടി വന്ന് അഗ്നിദേവനെ രമിപ്പിച്ച് ശുകിയുടെ സ്വരൂപത്തോടുകൂടെ അദർഭാഗ്രത്തിൽ രേതസ്സിനെ നിക്ഷേപിച്ചു പോയി. ആ നവോഢയായിരിക്കുന്ന ആ ശതദ്രുതി കാൽച്ചിലമ്പുകളെ ശബ്ദിപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നത് കണ്ടപ്പോൾ അതാതു ദിക്കുകളിലുള്ള ദേവന്മാർ, അസുരന്മാർ, ഗന്ധർവന്മാർ, മുനികൾ, സിദ്ധന്മാർ, മനുഷ്യർ, സർപ്പങ്ങൾ എന്നിവയെല്ലാം തന്നെ കാമാധീനരായി ഭവിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അതിലത്തെ ആ വ്യാഖ്യാനത്തിൽ കിഞ്ച നവോഢയായിരിക്കുന്ന തയാ അവളെ ദേവാസുര ഗന്ധർവന്മാരെല്ലാവരും അവരുടെ സൗന്ദര്യത്താൽ കീഴടക്കപ്പെട്ടു. വിജിതാഹ കിഞ്ച നവോഢയാ തയാ നവോഢയായിരിക്കുന്ന അവളിൽ ദേവാസുര ഗന്ധർവാദികൾ വിജിതാഹ കീഴടക്കപ്പെട്ട അവളാൽ ഇവരെല്ലാവരും തന്നെ വിജിതാഹ കീഴടക്കപ്പെട്ടു, അവളുടെ സൗന്ദര്യത്തിൽ കീഴടക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. കിംച നവോഢയാ തയാ ദേവാസുര ഗന്ധർവാദയോ വിജിതാഹ എന്നാണ് ഇതിൻ്റെ വ്യാഖ്യാനം. അപ്പം അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം പ്രാചീനബർഹിഷഃ പുത്രാഃ ശതദ്രുത്യാം ദശാഭവൻ തുല്യനാമവ്രതാഃ സർവേ ധർമ്മസ്നാതാഃ പ്രചേതസഃ. പ്രാചീനബർഹിഷഃ പുത്രാഃ, പ്രാചീനബർഹിസിനൊരു പുത്രൻ ഉണ്ട്. ശതദ്രുത്യാം ദശാഭവൻ, ശതദ്രുതിയിൽ തുല്യനാമവ്രതാഃ സർവേ ധർമ്മസ്നാതാഃ പ്രചേതസഃ. അപ്പോൾ പ്രാചീനബർഹിസിന് പുത്രാഹ ശതദ്രുതിയിൽ പുത്രന്മാരായിട്ട് ദശാഭവൻ 10 പേരുണ്ടായിരുന്നു. പ്രാചീനബർഹിഷഃ പുത്രാഹ ശതദ്രുത്യാം ദശാഭവൻ 10 പേര്. പ്രാചീനബർഹിസിന് പുത്രന്മാരായിട്ട് ശതദ്രുതിയിൽ ദശാഭവൻ 10 പുത്രന്മാരുണ്ടായിരുന്നു. തുല്യനാമവ്രതാഹ അവരെല്ലാം തന്നെ ഒരേ ഒരു പേരും, തുല്യനാമവ്രതാഹ ഒരേ ഒരു വിധത്തിലുള്ള വ്രതനിഷ്ഠയുള്ളവരും, ഒരേ പേരും തുല്യനാമവ്രതാഹ ഒരേ പേരും ഒരേ വ്രതവുമുള്ള ആൾക്കാർ, വ്രതനിഷ്ഠയുമുള്ള ആൾക്കാരാണ്. സർവേ അവരെല്ലാവരും ധർമ്മസ്നാതഃ ആസൻ ധർമ്മത്തിൻ്റെ മറുകര കണ്ടവരും, ധർമ്മത്തിൻ്റെ മറുകര കണ്ടവരും ആയിരുന്നു. അവരുടെ പേരാണ് പ്രചേതസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രാചീനബർഹിസിൻ്റെ പുത്രന്മാരാണ് പ്രചേതസ്സുകൾ. പ്രാചീനബർഹിസിന് ഈ സമുദ്രകന്യകയായിരിക്കുന്ന ശതദ്രുതിയിലുണ്ടായിട്ടുള്ള പുത്രന്മാരാണ് പ്രചേതസ്സുകൾ എന്നർത്ഥം. അപ്പോൾ പ്രാചീനബർഹിസിന് ശതദ്രുതിയിൽ പ്രചേതസ്സുകൾ എന്ന ദശപുത്രാഹ 10 പുത്രന്മാർ അഭവൻ ഉണ്ടായി. സർവേ അവരെല്ലാം തന്നെ തുല്യനാമവ്രതാഹ ഒരേ ഒരു പേരും ഒരേ ഒരു വിധം വ്രതനിഷ്ഠയുള്ളവരും, ധർമ്മസ്നാത ആസൻ ധർമ്മത്തിൻ്റെ മറുകര കണ്ടവരും ആയിരുന്നു. എന്നൂടി പറയാം. പ്രാചീനബർഹിസിന് ശതദ്രുതിയിൽ പ്രചേതസ്സുകൾ എന്ന ദശപുത്രാഹ 10 പുത്രന്മാർ അഭവൻ ഉണ്ടായി. സർവേ അവരെല്ലാം തന്നെ തുല്യനാമവ്രതാഹ ഒരേ പേരും ഒരേ വിധം വ്രതനിഷ്ഠയുള്ളവരും, ധർമ്മസ്നാത ആസൻ ധർമ്മത്തിൻ്റെ മറുകര കണ്ടവരും ആയിരുന്നു. ധർമ്മസ്നാത എന്നിടത്ത് ബദ്ധസ്നേഹ എന്നും ധനുസ്നാതാഹ എന്നും പാഠവ്യത്യാന്തരങ്ങളുണ്ട്. പ്രാചീനബർഹിസിന് ശതദ്രുതി ദേവിയിൽ പ്രചേതസ്സുകൾ എന്ന നാമധേയത്തോടു കൂടിയ 10 പുത്രന്മാരുണ്ടായി. എല്ലാവർക്കും ഒരേ പേർ, എല്ലാവരും വ്രതാനുഷ്ഠാനത്തിലും ധർമ്മബോധത്തിലും തുല്യർ. ഇങ്ങനെയായിരുന്നു പുത്രന്മാരുടെ അവസ്ഥ. അപ്പോൾ ഇതിൽ അന്വയം വന്നിട്ട് പ്രാചീനബർഹിഷഃ ശതദ്രുത്യാം പ്രചേതസഃ ദശപുത്രാ അഭവൻ സർവേ തുല്യനാമവ്രതാഃ ധർമ്മസ്നാതാഃ ആസൻ.
ഒന്നുകൂടി പറയാം. പ്രാചീനബർഹിഷ ശതദ്രുത്യാം പ്രചേതസഃ ദശപുത്രാः അഭവൻ സർവേ തുല്യതാമവ്രതാः ധർമ്മസ്നാതാ ആസൻ. പ്രചേതസ്സുകളുടെ ചരിത്രം അത്യന്തം പ്രസിദ്ധം ആണ്. അവരെ പറ്റി പല അറിവുകളും പുരാണാന്തരങ്ങളിൽ നിന്നും ലഭ്യം ആണ്. പ്രചേതസ് എന്ന ആ പദത്തിൻ്റെ അർത്ഥം ബ്രഹ്മവൈവർത്തത്തിൽ ഇപ്രകാരമാണ്: യഹ പുത്രശ്ചേതസോ ധാതുർ ബഭൂവ മുനിപുംഗവഃ തേന പ്രചേത ഇതി ച നാമ ചക്രേ പിതാമഹഃ. ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ പറഞ്ഞ ബ്രഹ്മാവിൻ്റെ ചേതസ്സിൽ നിന്നും ഉത്ഭവിച്ചവൻ എന്നാണ് അർത്ഥം. യഹ പുത്രശ്ചേതസോ ധാതുർബഭൂവ മുനിപുംഗവഃ തേന പ്രചേത ഇതി ച നാമ ചക്രേ പിതാമഹഃ. ബ്രഹ്മാവിൻ്റെ ആ ചേതസ്സിൽ നിന്നും ഉത്ഭവിച്ചവൻ എന്നർത്ഥം. ഇവർ ബ്രഹ്മാവിൻ്റെ പുത്രന്മാരല്ലെങ്കിലും അവരെ സൃഷ്ടിച്ചത് ബ്രഹ്മാവിൻ്റെ ചേതോബലം കൊണ്ടാണെന്നാണ് ഇവിടെ പറയുന്നത്. ശതദ്രുതി പ്രാചീനബർഹിസിൻ്റെ അതേ വർണ്ണത്തിൽപ്പെട്ടവളാണ്, സവർണയാണ്. അപ്പോൾ പ്രചേതസ്സുകൾ പിതാവിനെ പോലെ ആ ധനുർവേദ പാരംഗതരാണ്. പ്രാചീനബർഹിസ് ധനുർവേദ പാരംഗതരെന്ന് ആദ്യം ആ കൂർമ്മപുരാണം ഹവിർധാനസ്തഥാഗ്നേയാം ജനയാമാസ വൈ സൂത പ്രാചീനബർഹിഷം നാംന ധനുർവേദസ്യ പാരകം കൂർമ്മപുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ സവർണായാം തു സാമുദ്ര്യാം ദശാധത്ത സുധാൻ പ്രഭും. ആ സാമുദ്രിക്ക് സവർണയായിരിക്കുന്ന സാമുദ്രിക്ക് ദശാധത്ത 10 പുത്രന്മാരെ പ്രഭുവു സർവേ എല്ലാവരും പ്രചേതസോ എന്നുള്ള പേരുകളുടെ പ്രചേതസ്സുകൾ എന്ന പേര് സർവേ പ്രചേതസോ നാമ എല്ലാവരും ധനുർവേദസ്യ പാരഗാഹ. മത്സ്യപുരാണത്തിൽ പറയുന്നത് ധനുർവേദത്തിൽ അവരൊക്കെ പാരംഗതരായിരുന്നു എന്ന് പറയുന്നത്. സവർണാധത്ത സാമുദ്രി ദശപ്രാചീന ബർഹിഷ സർവേ പ്രചേതസോ നാമ ധനുർവേദസ്യ പാരഗാഹ. അഗ്നിപുരാണത്തിലും പറയുന്നുണ്ട്. അല്പം പാഠവ്യത്യാസത്തോടെ സർവാൻ പാരഗാൻ എന്നൊക്കെ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നുണ്ട്. വരുണൻ പ്രചേതസ്സുകളുടെ രണ്ടാമത്തെ പുത്രനെന്ന് അഭവിഷ്യം. ദ്വിതീയോ വരുണോ നാമ യാദസാമ്പതിരപ്പതി. പ്രചേതസ്സുകളുടെ പുത്രനായിട്ടാണ് ദക്ഷൻ പുനർജന്മം സ്വീകരിച്ചതെന്ന് ഭാഗവതത്തിൽ തന്നെ പറയും. വാൽമീകി മഹർഷിയും പ്രചേതസ്സുകളുടെ പുത്രനാണ്. പ്രചേതസോഹം ദശമഃ പുത്രോ രാഘവനന്ദന എന്ന് വാൽമീകി ശ്രീരാമനോട് പറയുന്നുണ്ട്. പ്രചേതസോഹം ദശമോ പുത്രോ രാഘവനന്ദന. ഇപ്പോൾ രൂപസാദൃശ്യമുള്ള അനേകം പേരെ ഒരാളായി കണക്കാക്കുന്നത് ആ മീമാംസകരുടെ ആ അർത്ഥാപത്തി എന്ന തത്വത്തിൻ്റെ ആ പരിധിയിൽ വന്നുകൊണ്ടാണ് പ്രചേതസ്സുകൾ എന്ന് പറയുന്നത്. അഥവാ ബഹ്വ്യ ഏവ താ സദൃശരൂപാ ദ്രൗപദ്യ ഏകത്വേനോപചരിത ഇതി വ്യാവഹാരാർത്ഥാപത്യാ ഗമ്യത്തെ. കുമാരിലഭട്ടൻ്റെ അഭിപ്രായത്തിൽ ആ സദൃശരൂപികളായിരിക്കുന്ന 5 പാഞ്ചാലപുത്രിമാർ ഉണ്ടായിരുന്നു. അവരിൽ പാണ്ഡവരിൽ ഓരോരുത്തർ വിവാഹം കഴിച്ചു. എന്നാൽ രൂപസാദൃശ്യം കൊണ്ട് കണ്ടാൽ തമ്മിൽ മാറിപ്പോകുന്ന അവർ 5 പേരെയും ഒരുത്തിയാക്കി കണക്കാക്കുന്നു. ഇതിന് അവലംബമായിരിക്കുന്ന തത്വം അതാണ് അർത്ഥാപത്തി എന്ന് പറയുന്നത്. അത്യന്തം രസകരമായിരിക്കുന്ന ഒരു വിശദീകരണമാണ് ഇത്. ഇപ്രകാരം ആ പ്രചേതസ്സുകളെ ഒരാളായി കണക്കാക്കുന്നു. അങ്ങനെ പിതൃക്കളെ മുഴുവൻ ഒറ്റയായി കണക്കാക്കുന്നു. മരുത്തുക്കളെയും ദ്വാദശാദിത്യന്മാരെയും എല്ലാം അതിനാൽ ഏകവചനം എന്ന വിഭാഗത്തിൽ പെടുത്തി എല്ലാവരെയും പ്രതിനിധീകരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പ്രാചീന ബർഹിസിന് ശതദ്രുതിയിൽ 10 പുത്രന്മാരുണ്ടായി. പ്രചേതസ്സുകൾ എന്ന് പേരുള്ള അവരെല്ലാം ഒരേ പേരോടും ഒരേ വ്രതത്തോടും കൂടിയവരും രഹസ്യങ്ങൾ അറിഞ്ഞവരും ആയിരുന്നു. അപ്പോൾ എന്താണ് പ്രാചീന ബർഹിസ് കിഴക്കുദിക്ക് ബർഹിസ് ദർഭ ആഗ്രഹങ്ങളെ കിഴക്കോട്ട് തിരിച്ച് വിരിച്ച് ഭൂമിതലത്തെ മുഴുവനും മൂടത്തക്ക വിധം അത്രയധികം യാഗം ചെയ്തതിനാൽ ബർഹിസിന് തന്നെ പ്രാചീന ബർഹിസ് എന്നുകൂടി ഒരു പേരുണ്ടായി. ആ രാജർഷിക്ക് ശതദ്രുതി എന്ന ഭാര്യയിൽ 10 പുത്രന്മാരുണ്ടായി. അവരുടെ മനോഗതിയും നാമധേയവും ഒരുപോലെ തന്നെ ആയിരുന്നു. അങ്ങനെ ഭഗവത് ഭജന രൂപമായിരിക്കുന്ന ധർമ്മത്തിൽ തന്നെ എല്ലാ പേർക്കും താല്പര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ പ്രചേതസ്സുകൾ എന്നു തന്നെ എല്ലാ പേർക്കും ഒരുമിച്ച് പറയപ്പെടുന്ന നാമധേയം. അപ്പോൾ ഇവിടെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം.
പ്രാചീനബർഹിഷസ്തസ്യാം ശതദ്രുത്യാം, പ്രാചീനബർഹിസിന് ബർഹിസ്തസ്യാം ശതദ്രുത്യാം, ശതദ്രുതിയിൽ പ്രചേതസസ് തുല്യനാമ, പ്രചേതസ്സുകൾ അവർക്ക് ഒരേ പേരുകളോട് കൂടിയിട്ട് തുല്യനാമാം ആചാരാൻ, തുല്യനാമങ്ങളും തുല്യമായിരിക്കുന്ന ആചാരങ്ങളും ആയിട്ടുള്ള ദശപുത്രാൻ 10 പുത്രന്മാർ ജനയാമാസ, 10 പുത്രന്മാർ ജനിച്ചു എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രാചീന ബർഹിഷസ്തസ്യാം, ബർഹിസ്തസ്യാം, പ്രാചീന ബർഹിസ്തസ്യാം ശതദ്രുത്യാം, പ്രാചീന ബർഹിസിൻ്റെ ആ ഭാര്യയായിരിക്കുന്ന ശതദ്രുത്യാം, ശതദ്രുതിയിൽ പ്രചേതസസ്തുല്യനാമാ ആചാരാൻ, പ്രചേതസസ്സുകൾ എന്ന തുല്യനാമങ്ങളും ആചാരങ്ങളും ഉള്ള ദശപുത്രാൻ 10 പുത്രന്മാരെ ജനയാമാസ അവിടെ ഉണ്ടായി. പ്രാചീന ബർഹിസ്തസ്യാം ശതദ്രുത്യാം പ്രചേതസസ്തുല്യനാമാചാരാൻ ദശപുത്രാൻ ജനയാമാസ. ഇതാണ് അതിലത്തെ ആ വ്യാഖ്യാനം. പിന്നെ അടുത്ത 2 ശ്ലോകങ്ങൾ കൂടിയിട്ടാണ് പറയുന്നത്, 14ഉം 15ഉം. 14ഉം 15ഉം ശ്ലോകങ്ങൾ. പിത്രാദിഷ്ടാഹ പ്രജാസർഗേ തപസയർണവമാവിശൻ ദശവർഷസഹസ്രാണി തപസാർച്ചം സ്തപസ്പതിം. ഒന്നുകൂടി പറഞ്ഞാൽ, പിത്രാദിഷ്ടാഹ പ്രജാസർഗേ തപസേർണവമാവിശൻ ദശവർഷസഹസ്രാണി തപസാർച്ചം സ്തപസ്പതിം. യദുക്തം പഥിദൃഷ്ടേന ഗിരീശേന പ്രസീദത തദ്ധ്യായതോ ജപന്തശ്ച പൂജയന്തശ്ച സംയതാഃ. യദുക്തം പഥിദൃഷ്ടേന ഗിരീശേന പ്രസീദത തദ്ധ്യായന്തോ ജപന്തശ്ച പൂജയന്തശ്ച സംയതാഃ. പിത്രാദിഷ്ടാഃ, അപ്പോൾ പിതാവിനാൽ പ്രജാസർഗേ, പ്രജാസൃഷ്ടിയിൽ തപസേർണവമാവിശൻ നിർദ്ദേശിക്കപ്പെട്ടവരായിട്ട് തീർന്നവരായിട്ടാണ് അവരുണ്ടായത്. എങ്കിലും അവർ തപസ്സിനായിട്ടാണ്, തപസ്സയെ സമുദ്രത്തിലേക്ക്, അർണവ സമുദ്രത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ് ചെയ്തത്. പഥി, ആ പോകുന്ന വഴിക്ക് അവർ ആ പരമേശ്വരനെ തദ്ധ്യായതോ, സമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്ന വഴിക്ക് ഭഗവാനെ, മഹാദേവനെ ദർശിച്ചിട്ട് പ്രസാദിപ്പിച്ചവനായിട്ട്, ആ പരമേശ്വരനാൽ യാതൊന്ന് ഉപദേശിക്കപ്പെട്ടുവോ, പരമേശ്വരനാൽ ഉപദേശിക്കപ്പെട്ട ആയതിനെ ഏകാഗ്രതയോട് കൂടിയിട്ട് ധ്യാനിച്ചും ജപിച്ചും പൂജിച്ചും കൊണ്ട് 10,000 സംവത്സരക്കാലം തപസ് ചെയ്ത് തപസ്സുകളുടെ അധിപതിയെ ആരാധിച്ചു. അധിപതിയായിരിക്കണ ആ മഹാദേവനെ ആരാധിച്ചു എന്നർത്ഥം. പിത്രാദിഷ്ടാഹ പ്രജാസർഗേ, പിതാവിൻ്റെ ഇഷ്ടം അവർ പ്രജാസൃഷ്ടി നടത്തണമെന്നായിരുന്നു. പക്ഷെ അവർ തപസയെ അർണവമാവിശൻ, തപസ്സിനായിട്ട് അർണവം സമുദ്രത്തിൽ പ്രവേശിച്ചിട്ട് ദശവർഷ സഹസ്രാണി 10,000 വർഷക്കാലം തപസാർച്ചയം തപസ്പതിം, തപസ് ചെയ്ത് യദുക്തം പഥിദൃഷ്ടേന, പോകുന്ന വഴിക്ക് കണ്ട ഗിരിശേന, ആ മഹാദേവനെ പ്രസാദിപ്പിച്ച് അദ്ദേഹത്തെ തദ്ധ്യായതോ, അദ്ദേഹത്തെ ധ്യാനിച്ച് ജപന്തശ്ച, അദ്ദേഹത്തിൻ്റെ നാമങ്ങൾ ജപിച്ച് പൂജയന്തശ്ച, ആ പൂജയൊക്കെ ചെയ്ത് ഏകാഗ്രതയോട് കൂടിയിട്ട് അദ്ദേഹത്തെ ആരാധിച്ചു. സംയതാഹ, അദ്ദേഹത്തെ ആരാധിച്ചു എന്നുള്ളതാണ്. പിത്രാദിഷ്ടാഹ പ്രജാസർഗേ തപസയർണവമാവിശൻ ദശവർഷസഹസ്രാണി തപസാർച്ചം സ്തപസ്പതിം. യദുക്തം പഥിദൃഷ്ടേന ഗിരിശേന പ്രസീദത തദ്ധ്യായന്തോ ജപന്തശ്ച പൂജയന്തശ്ച സംയതാഃ. പിതാവിനാൽ പ്രജാസർഗേ, പ്രജാസൃഷ്ടിയിൽ ആദിഷ്ടാഹ നിർദ്ദേശിക്കപ്പെട്ടവരായിട്ട് അവർ തപസേ, തപസ്സിനായി അർണവം സമുദ്രത്തിലേക്ക് ആവിശൻ പ്രവേശിച്ചു. പഥി പോകുന്ന വഴിക്ക് ദൃഷ്ടേന ദർശിക്കപ്പെട്ട് പ്രസീദത പ്രസാദിപ്പിച്ചവനായ ഗിരിശേന ആ പരമേശ്വരനാൽ യത് യാതൊന്ന് ഉക്തം
ഉപദേശിക്കപ്പെട്ടുവോ അത് തത് ആയതിനെ സംയത ഏകാഗ്രതയോടെ ധ്യായന്തി ധ്യാനിച്ചും ജപന്തഃ ച ജപിച്ചും പൂജയന്തഃ ച പൂജിച്ചുകൊണ്ടും ദശവർഷസഹസ്രാണി 10,000 സംവത്സരക്കാലം തപസ തപസ്സുകൊണ്ട് തപസ്പതിം തപസ്സുകളുടെ അധിപതിയെ തപസ്സുകളുടെ അധിപതിയെ ആർച്ചൻ ആരാധിച്ചു. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാതിട്ട പദങ്ങൾ. പിത്ര പിതാവിനാൽ, പ്രജാസർഗേ പ്രജാസൃഷ്ടിയിൽ, ആദിഷ്ട നിർദ്ദേശിക്കപ്പെട്ടവരായിട്ട് അവർ, തപസേ തപസ്സിനായിട്ട്, അർണവം സമുദ്രത്തിലേക്ക് ആവിശൻ പ്രവേശിച്ചു, പഥി പോകുന്ന വഴിക്ക്, ദൃഷ്ടേന ദർശിക്കപ്പെട്ട, പ്രസീദത പ്രസാദിപ്പിച്ചവനായിരിക്കുന്ന, ഗിരിശേന പരമേശ്വരനാൽ യാതൊന്ന്, യത് ഉക്തം ഉപദേശിക്കപ്പെട്ടിരിക്കുന്ന, ആ തത് ആയതിനെ, സംയതാഹ ഏകാഗ്രമായിട്ട്, ധ്യായന്തഃ ചിന്തിച്ചും, ജപന്തഃ ജപിച്ചും ജപന്തഃ ച ജപിച്ചും, പൂജയന്തഃ ച പൂജിച്ചും കൊണ്ടും, ദശവർഷസഹസ്രാണി 10,000 സംവത്സരക്കാലം തപസ തപസ്സുകൊണ്ട്, തപസ്പതിം ആ തപസ്സുകളുടെ അധിപതിയായിരിക്കുന്ന ആ മഹാദേവനെ ആർച്ചൻ ആരാധിച്ചു. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് പിത്ര പ്രജാസർഗേ ആദിഷ്ട തപസേ അർണവം ആവിശൻ പഥി ദൃഷ്ടേന പ്രസീദത ഗിരിശേന യത് ഉക്തം തത് സംയതാഃ ധ്യായന്തഃ ജപന്തഃ ച പൂജയന്തഃ ച ദശവർഷസഹസ്രാണി തപസാ തപസ്പതിം ആർച്ചൻ. ഒന്നുകൂടി പറയാം. പിത്ര പ്രജാസർഗേ ആദിഷ്ട തപസേ അർണവം ആവിശൻ പഥി ദൃഷ്ടേന പ്രസീദത ഗിരിശേന യത് ഉക്തം തത് സംയതാഃ ധ്യായന്തഃ ജപന്തഃ ച പൂജയന്തഃ ച ദശവർഷസഹസ്രാണി തപസാ തപസ്പതിം ആർച്ചൻ. ആ പിതാവിനാൽ പ്രജാസൃഷ്ടിയിൽ നിർദ്ദേശിക്കപ്പെട്ടവരായിട്ട് ആ തപസ്സിനായിട്ട് സമുദ്രത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് ദർശിക്കപ്പെട്ട് ആ പ്രസാദിച്ചവനായിരിക്കുന്ന ആ പരമേശ്വരനാൽ യാതൊന്ന് ഉപദേശിക്കപ്പെട്ടുവോ ആയതിനെ ഏകാഗ്രതയോടെ ധ്യാനിച്ചും ജപിച്ചും പൂജിച്ചും കൊണ്ട് 10,000 സംവത്സരക്കാലം തപസ്സുകൊണ്ട് ആ തപസ്സുകളുടെ അധിപതിയെ ആരാധിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ പിതാവിനാൽ ആ പ്രജാസൃഷ്ടി നടത്തുവാൻ നിർദ്ദേശിക്കപ്പെട്ട അവർ അതിനുള്ള ആ ശക്തി ആർജിക്കുവാനതിന് വേണ്ടിയിട്ട്, അത് ശരി, പ്രജാസൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള ശക്തി ആർജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ തപസ് ചെയ്ത്. ശക്തി ആർജിക്കുന്നതിന് വേണ്ടി സമുദ്രത്തിൽ പ്രവേശിച്ച് ആ തപസ്സിൻ്റെ അധിപതിയായിരിക്കുന്ന വിഷ്ണു ഭഗവാനെ ധ്യാനിച്ച് 10,000 സംവത്സരം തപസ്സനുഷ്ഠിച്ചു. സമുദ്രതുല്യം ആയിരിക്കുന്ന ഒരു വലിയ സരസിലാണ് തപസ്സനുഷ്ഠിച്ചതെന്ന് തുടർന്നുള്ള ഭാഗങ്ങളിൽ വരും. അതിനാൽ അർണവം എന്ന പ്രയോഗം ലാക്ഷണികാണ്. അർണവ സദൃശമായ സരസ്സെന്ന് അർത്ഥം. അവർ തപസ്സനുഷ്ഠിക്കാനുള്ള യാത്രാമധ്യേ പ്രസന്നനായിരിക്കുന്ന ശ്രീപരമേശ്വരനെ കണ്ടെത്തി അദ്ദേഹം ഉപദേശിച്ചതിനെ ഏകാഗ്രതയോടെ ധ്യാനിച്ചും ജപിച്ചും കൊണ്ട് ഭഗവാനെ പൂജിച്ച് തപസ്സനുഷ്ഠിച്ചു. അപ്പോൾ പിതാവ് അവരെ പ്രജാസൃഷ്ടിയിൽ നിയോഗിച്ചു. അതിന് അവർ തപസ്സിന് ആയിട്ട് സമുദ്രതീരത്തിലെത്തി. അപ്പോൾ പ്രജാസൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് തപസ്സിനായിട്ട് സമുദ്രതീരത്തിലെത്തി. അവിടെ 10,000 കൊല്ലം തപസ്സുകൊണ്ട് തപോഫലദാതാവായിരിക്കുന്ന ഭഗവാനെ ആരാധിച്ചു. വഴിക്ക് കാണാൻ കഴിഞ്ഞ അപ്പോൾ ശരിക്കും വിഷ്ണു ഭഗവാനെയാണ് അവിടെ തപസ് ചെയ്തത്. പക്ഷേ വഴിയിൽ ആ കാണാൻ തരപ്പെട്ട ആ അതിപ്രസന്നനായിരിക്കുന്ന ആ പരമേശ്വരൻ ഉപദേശിച്ചതിന് ആ രുദ്രഗീതം, അപ്പോഴാണ് ആ പരമേശ്വരനെ കണ്ടത്. ആ പരമേശ്വരനെ പ്രസാദിപ്പിച്ചിട്ട് അദ്ദേഹത്താൽ പറയപ്പെട്ട ആ രുദ്രഗീതത്തെ ഉപദേശിച്ചതിനെ ധ്യാനിച്ചും ജപിച്ചും പൂജിച്ചും കൊണ്ട് ആ ഭഗവാനെ സേവിച്ചു. പ്രചേതസ്സുകൾ ആ രുദ്ര തീർത്ഥത്തിലിരുന്നിട്ട് മഹാവിഷ്ണുവിനെ, ഗുരുവായൂരപ്പനെയാണ് ഭജിക്കുന്നത്. അങ്ങനെ ആ ഗുരുവായൂരപ്പനെ ഭജിച്ച് പ്രത്യക്ഷമാക്കിയിട്ട് ആ വഴിക്ക് വെച്ച് അവിടെ തപസ് ചെയ്തു. 10,000 സംവത്സരക്കാലം തപസ് ചെയ്തു. വഴിക്ക് വെച്ച് കാണാൻ കഴിഞ്ഞ ആ അതിപ്രസന്നനായിരിക്കുന്ന പരമേശ്വരൻ ഉപദേശിച്ചതിനെ തന്നെ ധ്യാനിച്ചും ജപിച്ചും കൊണ്ട് ആ ഭഗവാനെ സേവിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ നോക്കാം നമുക്ക്.
സന്താനങ്ങളെ വർദ്ധിപ്പിക്കണം എന്ന പിതാവ് കൽപ്പിച്ചു. അപ്പോൾ ആ സന്താനാഭിവൃദ്ധിയും ശ്രീഹരിപ്രസാദവും കൊണ്ടല്ലാതെ സമുചിത രീതിയിൽ ഉണ്ടാവുകയില്ലെന്ന് നിശ്ചയിച്ച പ്രചേതസ്സുകളെ തപസ്സു ചെയ്യാൻ നിശ്ചയിക്കുകയും അതിനായി സമുദ്രത്തെ പ്രവേശിക്കുകയും ചെയ്തു. അവരിൽ പ്രസന്നനായിരിക്കുന്ന പരമശിവനെ മാർഗമധ്യത്തിൽ വെച്ച് കണ്ട് ശ്രീശിവൻ ഹരിയെ ഭജിപ്പാനുള്ള ക്രമങ്ങളെയും, അപ്പോൾ ഹരിയെ ഭജിപ്പാനുള്ള ക്രമങ്ങളാണ് രുദ്രഗീതത്തിൽ പറയപ്പെടുന്നത്. ഹരിയെ ഭജിപ്പാനുള്ള ക്രമങ്ങളെയും ജയിപ്പാനുള്ള മന്ത്രത്തെയും ഉപദേശിച്ചു. അതുപ്രകാരം ഇന്ദ്രിയങ്ങളെ അടക്കിക്കൊണ്ട് ധ്യാനിക്കുകയും ജപിക്കുകയും പൂജിക്കുകയും ചെയ്തുകൊണ്ട് 10,000 സംവത്സരം തപഫലത്തെ പ്രദാനം ചെയ്യുന്ന ശ്രീഹരിയെക്കുറിച്ച് തപസ് ചെയ്ത് പൂജിച്ചു. ആ ഗുരുവായൂരപ്പൻ്റെ വടക്ക് ഭാഗത്ത് കാണുന്ന ആ രുദ്രതീർത്ഥത്തിൽ ഇരുന്നിട്ടാണ് ആ പ്രചേതസ്സുകൾ ഗുരുവായൂരപ്പനെ ശ്രീപരമേശ്വരൻ പറഞ്ഞു കൊടുത്ത ആ ക്രമത്തിലാണ് ജപിച്ചും ധ്യാനിച്ചും പൂജിച്ചു കൊണ്ടിരുന്നത് 10,000 സംവത്സര കാലം എന്നർത്ഥം. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം. പിത്ര പ്രജാസർഗേ കൃതാജ്ഞാഹ, പിതാവിനാൽ ആ പ്രജാസർഗത്തിനായിട്ട് ആജ്ഞ കൊടുത്തു. സന്തസ്തെ, അതിനായിക്കൊണ്ട് സമുദ്രേ പ്രവിശ്യ, സമുദ്രത്തിൽ പ്രവേശിച്ച് ദശവർഷ സഹസ്രാണി 10,000 കൊല്ലക്കാലം തപസ് ചെയ്തു. പഥി, അവിടെ വഴിയിൽ ദൃഷ്ടേന ശിവേന, ആ വഴിയിൽ ശിവനെ പരമേശ്വരനെ കണ്ട അദ്ദേഹം പറഞ്ഞ പ്രകാരം തത് ആ ഭഗവാനെ ധ്യാനിച്ചു ജപിച്ചു ഹരിമർച്ചയാമാസുഹു, ആ ഹരിയെ അർച്ചിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വ്യാഖ്യാനത്തിൽ തേച്ച ദശ പ്രചേതസഹ, ആ 10 പ്രചേതസ്സുകൾ പിതാവിനാൽ പ്രജാസർഗേ, പ്രജാസൃഷ്ടിക്കായിട്ട് കൃതാജ്ഞാ നിർദ്ദേശിക്കപ്പെട്ടവരായി തീർന്നു. അങ്ങനെ സന്തസ്തേ, അവർ ആ അതിനായിക്കൊണ്ട് സമുദ്രത്തെ പ്രവേശിച്ച് ദശവർഷ സഹസ്രാണി 10,000 സംവത്സരക്കാലം പഥി തപസ് ചെയ്യാൻ സംവത്സരക്കാലത്തേക്ക് പോകുന്ന വഴിക്ക് പഥി ദൃഷ്ടേന ശിവേന, വഴിയിൽ കണ്ട ശിവനാൽ യദുക്തം ഉപദേശിക്കപ്പെട്ട തത്, അതിനെ ധ്യായന്തോ, ആ സമുദ്രത്തിൽ വെച്ച് അതിനെ ധ്യാനിച്ച് ജപിച്ച് ഹരിമർച്ചയാം ആസുഹു, ഹരിയെ അർച്ചിച്ചു, അവർ ആരാധിച്ചു എന്നർത്ഥം. ഭഗവാൻ വിഷ്ണുവിനെ ഗുരുവായൂരപ്പനെ പൂജിച്ചു എന്നർത്ഥം. അപ്പോൾ ഒന്നുകൂടി പറയാം. പിത്ര തേച്ച ദശ പ്രചേതസഹ പിത്ര പ്രജാസർഗേ കൃതാജ്ഞാ സന്തസ്തേ സമുദ്രം പ്രവിശ്യ ദശവർഷ സഹസ്രാണി പഥി ദൃഷ്ടേന ശിവേന യദുക്തം തദ്ധ്യായന്തോ ജപന്തോ ഹരിമർച്ചയാമാസുഹു എന്നാണ് 2 ശ്ലോകങ്ങളുടെയും കൂടെയുള്ള അർത്ഥം വരുന്നത്. 14-ാമത്തെയും 15-ാമത്തെയും ശ്ലോകങ്ങളുടെ അർത്ഥമായിട്ട് വരുന്നത്. അടുത്തത് 16-ാമത്തെ ശ്ലോകം. വിദുര ഉവാച പ്രചേതസാം ഗിരിത്രേണ യഥാ ആസീത് പഥി സംഗമഃ യദുതാഹ ഹരഃ പ്രീതസ്തന്നോ ബ്രഹ്മൻവദാർത്ഥവത്. വിദുര ഉവാച, വിദുരൻ പറയുകയാണ്, പ്രചേതസാം ഗിരിത്രേണ യഥാ ആസീത് പഥി സംഗമഃ യദുതാഹ ഹരപ്രീതസ്തന്നോ ബ്രഹ്മൻ വദാർത്ഥവത്. അല്ലയോ ബ്രഹ്മൻ, ആ പ്രചേതസ്സുകൾക്ക് ആ പരമേശ്വരനുമായിട്ട് വഴിക്ക് വെച്ച് ആ സംഗമം കൂടിക്കാഴ്ച എങ്ങനെ ഉണ്ടായി? അങ്ങനെ സന്തുഷ്ടനായിരിക്കുന്ന ശിവൻ എന്ത് അരുളി ചെയ്തുവോ സാരവത്തായിരിക്കുന്ന അതുകൂടിയും നമുക്ക് പറഞ്ഞു തന്നാലും ഉള്ളതാണ് പറഞ്ഞത്. പ്രചേതസാം ഗിരിത്രേണ, പ്രചേതസ്സുകൾക്ക് ആ ഗിരീശനാൽ യഥാസിൽ പറഞ്ഞു കൊടുക്കപ്പെട്ട യദുതാഹ പറഞ്ഞു കൊടുക്കപ്പെട്ട യഥാ ആസീത്, എങ്ങനെയാണ് ആ സംഗമം ഉണ്ടായത്? ഗിരീശനുമായിട്ടുള്ള സംഗമം എങ്ങനെ, പഥിസംഗം എങ്ങനെയാണ് ആ ഗിരീശനുമായിട്ട് ആ വഴിയിൽ സംഗമം ഉണ്ടായത് എന്നുള്ളതും, യദുതാഹ ഹരഹ, എന്താണോ ആ ഹരനാൽ പറഞ്ഞു കൊടുക്കപ്പെട്ടത് എന്നുള്ളതും, പ്രീതസ്തന്നോ
കൃപയുണ്ടായിട്ട് ബ്രഹ്മൻ നമ്മൾക്ക് അത് വദ നമുക്ക് പറഞ്ഞു തന്നാലും. അതാണ് പ്രചേതസാം ഗിരിത്രേണ യഥാസീത് പഥി സംഗമഃ യദുതാഹ ഹരപ്രീതസ്തന്നോ ബ്രഹ്മൻ വദാർത്ഥവത്. ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മൻ, പ്രചേതസ്സുകൾക്ക് ഗിരിത്രേണ പരമേശ്വരനുമായിട്ട് പഥി വഴിക്ക് വെച്ച് സംഗമഃ കൂടിക്കാഴ്ച യഥാ ആസീൽ എങ്ങനെ ഉണ്ടായി പ്രീതഃ സന്തുഷ്ടനായിരിക്കുന്ന ഹരഹ ശിവൻ യത് എന്ത് ആഹ അരുളി ചെയ്തുവോ അർത്ഥവത് സാരവത്തായിരിക്കുന്ന തത് ഉത അതുകൂടിയും നഹ വദ നമുക്ക് പറഞ്ഞു തന്നാലും. എന്നുകൂടി പറയാം. ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മൻ, പ്രചേതസ്സുകൾക്ക് ഗിരിത്രേണ പരമേശ്വരനുമായിട്ട് പഥി വഴിക്ക് വെച്ച് സംഗമഃ കൂടിക്കാഴ്ച യഥാ ആസീൽ എങ്ങനെ ഉണ്ടായി പ്രീതഃ സന്തുഷ്ടനായിരിക്കുന്ന ഹരഹ ശിവൻ യത് എന്ത് ആഹ അരുളി ചെയ്തുവോ അർത്ഥവത് സാരവത്തായിരിക്കുന്ന തത് ഉത അതുകൂടിയും നഹ വദ നമുക്ക് പറഞ്ഞു തന്നാലും. തന്വയം വന്നിട്ട് ഹേ ബ്രഹ്മൻ പ്രചേതസാം ഗിരിത്രേണ പഥി സംഗമഃ യഥാ ആസീൽ പ്രീതഃ ഹരഃ യഥാ ആസീൽ പ്രീതഃ ഹരഃ യത് ആഹ അർത്ഥവത് തത് ഉത ന വദ. എന്നുകൂടി പറയാം. ഹേ ബ്രഹ്മൻ പ്രചേതസാം ഗിരിത്രേണ പഥി സംഗമഃ യഥാ ആസീൽ പ്രീതഃ ഹരഃ യത് ആഹ അർത്ഥവത് തത് ഉത ന വദ. അല്ലയോ ബ്രഹ്മൻ, ആ പ്രചേതസ്സുകൾക്ക് ആ പരമേശ്വരനുമായിട്ട് വഴിക്ക് വെച്ച് കൂടിക്കാഴ്ച എങ്ങനെ ഉണ്ടായി സന്തുഷ്ടനായിരിക്കുന്ന ആ ശിവൻ എന്ത് അരുളി ചെയ്തുവോ ആ സാരവത്തായിരിക്കുന്ന അതുകൂടിയും നമുക്ക് പറഞ്ഞു തന്നാലും. അപ്പോൾ ഇവിടെ ബ്രഹ്മൻ പ്രചേതസ്സുകൾക്ക് ആ ശിവനെ കാണാൻ കഴിഞ്ഞത് എങ്ങനെയാണ്, ആ ശിവൻ എന്താണ് ഉപദേശിച്ചതെന്നും ഞങ്ങളോട് പറഞ്ഞു തരിക. വിതുര പറയുകയാണ്, ശ്രീ ശിവസംഗമവും ഉപദേശവും ദുർലഭമാണല്ലോ. ആ ഉപദേശം അറിയുന്നത് ഭഗവത് ഭക്തന്മാർക്ക് ആവശ്യമായിരിക്കും എന്ന വിചാരത്താൽ വിതുരർ മൈത്രേയരോട് അതിനെ വിസ്തരിച്ച് പറയാൻ ആവശ്യപ്പെടുന്നു. ഹേ സർവജ്ഞനായിരിക്കുന്ന മുനേ, പ്രചേതസ്സുകൾക്ക് മാർഗമധ്യത്തിൽ വെച്ച് ശിവസംഗമം ഉണ്ടായതെങ്ങനെ? ശ്രീ ശിവൻ അവരോട് ഉപദേശിച്ച ഭജനക്രമം എന്താകുന്നു? അതറിയുന്നതുകൊണ്ട് ഞങ്ങൾക്കും പരമപ്രയോജനമുള്ളതിനാൽ അതിനെ ഞങ്ങളോട് പറയുവാൻ കരുണയുണ്ടാകണം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനത്തിൽ നോക്കാം നമുക്ക്. വിതുര ഉവാച, വിതുരൻ പറയുകയാണ്, ഹേ മുനെ, അല്ലയോ മുനെ മൈത്രേയ മഹർഷേ, പ്രചേതസാം ശിവേന സഹ യഥാസംഗമഃ ആസീത്. പ്രചേതസ്സുകൾക്ക് ശിവനുമായിട്ടുള്ള സംഗമം എങ്ങനെ ഉണ്ടായി? പ്രചേതസാം ശിവേന, പ്രചേതസ്സുകൾക്ക് ശിവനുമായിട്ടുള്ള സഹ സംഗമം യഥാസംഗമഃ ആസീത് എപ്രകാരം ഉണ്ടായി? ശിവോ യദാഹ, ശിവൻ എന്താണ് ഉപദേശിച്ചത്? യദാഹ ച തത്വദ, അതിനെ നമ്മൾക്ക് പറഞ്ഞു തരിക. അപ്പോൾ വിതുര ഉവാച, ഹേ മുനെ, പ്രചേതസാം ശിവേന സഹ യഥാസംഗമഃ ആസീത് ശിവോ യദാഹ ച തത്വദ. അല്ലയോ മുനെ, പ്രചേതസ്സുകൾക്ക് ശിവനാൽ എപ്രകാരം സംഗമം ഉണ്ടായി, അതുപോലെ ആ ശിവൻ എന്ത് ഉപദേശിച്ചുവോ അതിനെ നമ്മളോട് പറഞ്ഞു തന്നാലും. അതാണ് വ്യാഖ്യാനത്തിൽ വിതുര ഉവാച, ഹേ മുനെ, പ്രചേതസാം ശിവേന സഹ യഥാ സംഗമഃ ആസീത് ശിവോ യദാഹ ച തദ്വദ. ഇത്രയും ഭാഗങ്ങൾ മനസ്സിലാക്കുക. ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ.